ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് തുളസി സോപ്പാണ് കേട്ടോ. നമ്മൾ ഇന്ന് പൗഡർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് തുളസി പൗഡർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 1 kg ഉണ്ട്, 1/2 kg ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്താൽ മതിയേ. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ. അപ്പം ഞാനൊരു 600 ഗ്രാമോളം ഗ്ലിസറിൻ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി സോപ്പ് ബേസ് എല്ലാം മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സോപ്പ് ബേസുകൾ മാത്രമായിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. അപ്പം ഞാനൊരു 613 ഗ്രാമോളം സോപ്പ് ബേസ് എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുളസിയുടെ പൗഡർ എടുത്ത് സെറ്റാക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തുളസിയുടെ പൗഡർ ഒരു 5 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് നല്ല തുളസിയുടെ പൗഡറാണ്, നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ. അപ്പം നമുക്കിതേ 5 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏതെങ്കിലും ഒരു എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കൂടുതലും എല്ലാത്തിനും ഞാൻ അലോവേറയുടെ എക്സ്ട്രാക്റ്റാണ് കൂടുതലും എടുക്കാറുള്ളത്. അപ്പോൾ അലോവേറയുടെ എക്സ്ട്രാക്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് തുളസി പൗഡർ മിക്സ് ചെയ്തെടുത്താം കേട്ടോ. നമുക്ക് പൗഡർ വെച്ച് ചെയ്യുമ്പോൾ സോപ്പിന് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടും. ജ്യൂസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 മാസമേ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് 3 മാസമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 2 ml ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റമിൻ ഇയുടെ ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു 4 എണ്ണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആണെങ്കിൽ ഒരു 3 തുള്ളി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആവുന്നവരെ. അപ്പോൾ മെൽറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തുളസിയുടെ തന്നെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് തുളസിയുടെ എസെൻഷ്യൽ ഓയിൽ ഉണ്ട് വെച്ചെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ മെൽറ്റായി വന്ന സോപ്പ് ബേസിലേക്ക് നമ്മൾ തുളസി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 kg എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ 10 ഗ്രാം തുളസി പൗഡർ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് പൗഡേഴ്സ് മാത്രമായിട്ടാണ് വേണ്ടത് വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡിലാണ് നമ്മുടെ സോപ്പ് ഉണ്ടാവുക. തുളസിയുടെ പോലെ ഗ്രീൻ കളർ ആയിരിക്കില്ല കേട്ടോ, നമ്മൾ പൗഡർ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ 600 ഗ്രാം ബേസ് എടുത്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു 12 ml ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോൾഡിലേക്ക് മാറ്റാം കേട്ടോ. 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ സെറ്റായി കിട്ടും. കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ, കുറേ നേരം വെക്കണോ എന്നൊക്കെ. ഇത് വെയിലത്തോ ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് 6 സോപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ, 6 സോപ്പിൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സെറ്റായി കിട്ടും കേട്ടോ നമ്മുടെ സോപ്പുകളെല്ലാം. പ്രീമിയം ക്വാളിറ്റി സോപ്പ് ബേസിലാണ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല, കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സോപ്പുകളെല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മോൾഡിൽ എണ്ണയൊക്കെ തടവണോ എന്ന് ചോദിക്കാറുണ്ട്. വേണ്ട, നമ്മുടെ സിലിക്കോൺ മോൾഡ് ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് മോൾഡിൽ നിന്ന് സോപ്പ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ഫിലിം വെച്ച് സോപ്പുകളെല്ലാം കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ക്ലീൻ ഫിലിം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ട് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ഫിലിം വെച്ചിട്ട് വേറൊരു ട്രാൻസ്പെറൻറ്റ് കവറിലിട്ടോടെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യണതും പാക്ക് ചെയ്യണതും വീഡിയോ ഒക്കെ വേണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഓരോ സോപ്പും പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും 100 ഗ്രാമിലും കൂടുതലുള്ള സോപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സോപ്പാണ് ഏത് മോഡലിലാണ് വെച്ചെങ്കിൽ നമ്മൾ സോപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് സോപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റി സോപ്പ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റ് മേടിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഷാംപൂ മേക്കിംഗ് കിറ്റ്, ഫേസ് വാഷ് മേക്കിംഗ് കിറ്റ്, ലിപ് ബാം മേക്കിംഗ് കിറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോപ്പ് മേക്കിംഗ് കിറ്റ് തന്നെ നമുക്കൊരു 22 ടൈപ്പോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പെട്ടെന്ന് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈപ്പോടെ ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മൾ ലാബിലൂടെ ഒട്ടിച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് നമ്മുടെ സോപ്പുകൾ കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിമ്പിൾസൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ തുളസിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നിങ്ങൾക്ക് തുളസി സോപ്പോ അല്ലെങ്കിൽ കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇനി ഏതെങ്കിലും സോപ്പ് മേക്കിംഗ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ബൈ.